അന്ന് ഫാത്തിമ ബീവിയുടെ കയ്യിൽ ഗോതമ്പ് കൊണ്ടുവന്ന് കൊടുക്കും. അതിങ്ങനെ ഫാത്തിമ ബീവി കൈ കൊണ്ട് പൊടിക്കും. ആ കല്ല് പിടിച്ചിട്ട കൈ പൊട്ടിയെ ഈ മകളി നബിതങ്ങളുടെ വീട്ടിൽ ചെന്ന് വാപ്പാന്റെ അടുക്കൽ ചെന്ന് സങ്കടം പറഞ്ഞു. വാപ്പയില്ല, ഉമ്മാനോട് പറഞ്ഞു. ഉമ്മ പറഞ്ഞു വിട്ടു ഫാത്തിമാനെ കാണാൻ. നബിതങ്ങൾ വന്നു. രാത്രി വിളിച്ചുണർത്തിയിട്ട് നബിതങ്ങൾ ചോദിച്ചു, ഫാത്തിമ, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഒരു പെണ്ണിന് അള്ള കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയോ മോളെ? നമ്മളാണെങ്കിലോ മോള് വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഇവിടെ ആകെ പ്രശ്നമാ, ഉമ്മ ഇവിടെ ആകെ പ്രയാസവാ, എനിക്കിവിടെ ജീവിക്കാൻ പറ്റൂല. മോളൊരു വാരി കെട്ടി ഒരു വണ്ടിയും വിളിച്ചിങ്ങി വന്നേരെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, ഇന്നത്തെ മാതാപിതാക്കളാണെങ്കിൽ അവര് മക്കളോട് പറയും, ഒന്നെങ്കിൽ ഞാൻ വരാം, അല്ലെങ്കിൽ നീ തന്നെ ഒരു വണ്ടി വിളിച്ചിങ്ങി വന്നേരെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം മക്കളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നതിൽ ഇന്നത്തെ ഉമ്മയ്ക്കോ വാപ്പയ്ക്കോ ഒരു വിഷമമില്ലാത്ത കാലം. അതിന്ന് വാശിയാണ് എല്ലാവർക്കും വല്ലാത്ത വാശി, വല്ലാത്ത വൈരാഗ്യം, ഈഗോ. തോറ്റു കൊടുക്കാനും താഴ്ന്നു കൊടുക്കാനൊന്നും പറ്റൂല. പെണ്ണിനെക്കാളും വാശി പെണ്ണിന്റെ ഉമ്മയ്ക്ക, അല്ലെങ്കിൽ ഭർത്താവിനെക്കാളും വാശി ഭർത്താവിന്റെ പെങ്ങക്ക. ഒന്ന് താന്നു കൊടുക്കാനോ ഒന്നുമില്ല. ഒരു ജീവിതം അതൊന്നും നോക്കണില്ല. സ്വന്തം മക്കളുടെ ജീവിതം നിനക്കാ നഷ്ടം പെങ്ങളെ. എന്റെ പെങ്ങളോട് ഞാൻ പറയണ, നീ വിചാരിക്കണത് നിനക്ക് അറിയാനിട്ടാ പെങ്ങളെ. നീ ചിന്തിച്ചു നോക്കിക്കേ, ഏതൊരു ഭാര്യയും ഭർത്താവും 10 മിനിറ്റിരുന്ന് സംസാരിച്ചാൽ തീരുന്ന വിഷയമേ ലോകത്തുള്ളൂ. അത് 10 മിനിറ്റ് സംസാരിക്കണം. പക്ഷെ സംസാരിക്കാൻ സമ്മതിക്കൂലല്ലോ. വിളിച്ചിറക്കുമ്പോ തന്നെ മകളോട് ഉമ്മ പറയുന്നുണ്ട്, വീട്ടിൽ കൊണ്ടുവന്നിട്ട് പറയാ, ഫോണിങ് തന്നേരെ, ഇനി അവൻ വിളിച്ചാൽ എടുക്കണ്ട. കാരണം വിളിച്ചാൽ തിരിച്ചു പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരുടെയും ജീവിതം തൊലച്ചു കളയുന്നത് ഈ വാശിയ. അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.